പേടിപ്പെടുത്തുന്ന നക്ഷത്രങ്ങളാണ് പൂയം, പൂരാടം, അത്തം ഈ മുതലായ നക്ഷത്രങ്ങളൊക്കെ. വെളുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന പൂരാടത്തിൽ ജനിച്ചാൽ കരിമ്പൂരാടം എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ടൊന്നും അച്ഛൻ്റെ ആയുസ്സൊന്നും പോവില്ല. അത് പ്രാർത്ഥന കൊണ്ടും പരിഹാരം കൊണ്ടും ഒന്നും പറ്റാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിലില്ല. ഉള്ള സമയം സന്തോഷത്തോടും സമാധാനത്തോടും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും നമ്മൾ ജീവിക്കാൻ നോക്കുക. എന്താണോ നീ ചിന്തിക്കുന്നത് തഥാസ്തു, നീ ചിന്തിക്കുന്ന നിനക്ക് തന്നെ ഭവിക്കട്ടെ. ഇതാണ് പ്രപഞ്ചം പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ രാജലക്ഷ്മി. നമുക്ക് ഈ നക്ഷത്രങ്ങളെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, പൂരാടം നക്ഷത്രമാണ്. അപ്പോൾ പറയും പൂരാടത്തന്ത പുറത്തെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനോട് ചെയ്യാവുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഇപ്പോൾ എനിക്കറിയാവുന്നൊരു ആളുണ്ട്, ഇപ്പോൾ വലിയ ആളായത്. അദ്ദേഹത്തിൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, ഇങ്ങനെ ഈ കുട്ടി പൂരാടായതുകൊണ്ട് അച്ഛൻ്റെ അമ്മ തുണി നനച്ചിടുന്ന മുഖത്ത് മരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പേടിപ്പെടുത്തുന്ന നക്ഷത്രങ്ങളാണ് പൂയം, പൂരാടം, അത്തം ഈ മുതലായ നക്ഷത്രങ്ങളൊക്കെ. ഈ നക്ഷത്രങ്ങൾ ജനിച്ചാൽ കാല് കൂറ് ഒക്കെ ഉള്ളതാണ് പറയുന്നത്. കാല് അച്ഛൻകാല്, അമ്മക്കാല്, തൻകാല്, അമ്മ മാതുലങ്കാല്, ഇങ്ങനെ പല കാലുകളുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇത് സത്യം പറയുകയാണെങ്കിൽ അതൊരു കേട്ടുകേൾവിയാണെങ്കിലും ചില ദിവസങ്ങളിൽ ചൊവ്വാഴ്ച, ചതുർദശി, ചില ദിവസങ്ങളിൽ ചില ഹോരയിൽ ചില സമയത്ത് ഒക്കെ ജനിച്ചാൽ മാത്രമേ ഈ നക്ഷത്രങ്ങൾക്ക് ദോഷമുള്ളൂ. ഇപ്പോൾ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച്, കറുത്ത പൂരാടം എന്ന് പറഞ്ഞാൽ വെളുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന പൂരാടത്തിൽ ജനിച്ചാൽ കരിമ്പൂരാടം എന്നാണ് പറയുന്നത്. കരിമ്പൂരാടത്തിൽ ജനിച്ചാൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 4ആയിട്ട് ഭാഗിക്കും ഒരു നക്ഷത്രത്തിന്. കിട്ടിയതിന് 4ആയിട്ട്, കിട്ടിയ സമയത്ത് 4ആയിട്ട് ഭാഗിച്ച് അതിൻ്റെ വീണ്ടും 1/15 എടുത്ത ശേഷമാണ് കണക്ക് കൂട്ടുന്നത്. കണക്ക് കൂട്ടുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്താൽ ഈ ദോഷങ്ങൾ മാറ്റാവുന്നതാണ്. പിന്നെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ടൊന്നും അച്ഛൻ്റെ ആയുസ്സൊന്നും പോവില്ല. അത് ദൈവം ജനിക്കുമ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, ഇത്ര വയസ്സ് വരെ, ഇത്ര നാൾ വരെ, ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ നമ്മൾ മരിക്കും എന്നുള്ളത് ദൈവം തന്നെ, ജാതകം തന്നെ, അതായത് അവൻ്റെ തലയിൽ തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് ജനിച്ചുകൊണ്ടൊന്നുമില്ല, പക്ഷെ അതിനനുസരിച്ചായിരിക്കും ഈ കുട്ടികളുടെ ജനനം ഉണ്ടാവുക. ഇപ്പോൾ ഇതിലൊക്കെ പ്രധാനമാണ് രാഹുൽ ദശയിൽ ആദിത്യൻ്റെ അപഹാരം വന്നാൽ, രാഹുൽ ദശ എല്ലാവർക്കും രാഹുൽ ദശയൊക്കെ വരുമല്ലോ. രാഹുൽ ദശയിൽ, അതായത് പുണർദം, പൂരുരുട്ടാരി, വിശാഖ നക്ഷത്രക്കാർക്ക് രാഹു ഒരുപാട് വയസ്സായിട്ടുണ്ടാവുക. ആയില്യം, തൃക്കേട്ട, രേവതി ഈ നക്ഷത്രക്കാർക്കും കുറച്ച് വയസ്സായിട്ടാണ് രാഹുദശ വരിക. ഇപ്പോൾ ചതയം, ചോതി, തിരുവാതിര ഈ നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ തന്നെ രാഹുദശയാണ്. അപ്പോൾ ഈ രാഹുദശ വരുമ്പോൾ, രാഹുദശയിൽ ആദിത്യൻ്റെ അപഹാരം വരുമ്പോൾ പിതാവിന് ദോഷമാണ്. അപ്പം നമ്മൾ ജ്യോതിഷന്മാരെന്ന് നിർദ്ദേശിക്കുക, പിതാവിൻ്റെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. ഈ കുട്ടിയുടെ, അതായത് തിരുവാതിര, ചതയം, ചോതി ഈ നക്ഷത്രക്കാരുടെ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പിറന്നാൾ ശനിയാഴ്ച ദിവസങ്ങളിലാണ് വരുന്നതെങ്കിൽ ബഹുദോഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പരിഹാരങ്ങൾ ചെയ്ത് അച്ഛൻ്റെ ജാതകം കൂടി ചിന്തിച്ച് പിതാവിൻ്റെ ആയുസ് എങ്ങനെയാണ്, പിതാവിൻ്റെ ദശാപഹാര ചിത്രകാലങ്ങൾ ഏതാണ്, ഇതെല്ലാം നോക്കിയ ശേഷം വേണം അതിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാതെ ഒരു നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് വെച്ചാൽ ദോഷമൊന്നുമില്ല. പിന്നെ ചില നക്ഷത്രത്തിൽപ്പെട്ട കുട്ടികൾ, ഇപ്പം തമിഴ്നാട്ടിലൊക്കെ മൂലം നക്ഷത്രം ആയില്യം എന്നൊക്കെ പറയും, കല്യാണം കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പെൺകുട്ടികൾ വരുന്നത്. പക്ഷെ മൂലം നക്ഷത്രത്തിനോ ആയില്യം നക്ഷത്രത്തിനോ അശ്വതി നക്ഷത്രത്തിനോ അങ്ങനെ ഒരു നക്ഷത്രത്തിനും ദോഷമില്ല. നക്ഷത്രത്തിൻ്റെ 60 തരത്തിലുള്ള സ്വഭാവമാണത്. ജനിക്കുന്ന സമയം, ജനിക്കുന്ന ദ്രേക്കാണം ഏതാ, ഹോര ഏതാ, ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം ഒരു കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ വളരെ നല്ല നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം കയറി ചെല്ലുന്നിടത്ത് ഐശ്വര്യമാണ്, ലക്ഷ്മിയാണ് ഒക്കെ. ഈ അശ്വതി നക്ഷത്രത്തിൽ അശ്വതി ആദ്യത്തെ ഭാഗം ജനിക്കുകയാണെങ്കിൽ, ആദ്യ ഭാഗം, അതായത് 30 ഭാഗങ്ങളിൽ ആദ്യത്തെ 10 ഭാഗം ജനിക്കുകയാണെങ്കിൽ അത് ആദിത്യ ഹോരയായിരിക്കും, സൂര്യഹോരയായിരിക്കും, ദ്വേഷിയൊക്കെയുള്ള ആളുകളായിരിക്കും. ദ്രേക്കാണമുണ്ട്. ഈ ഷഡ്വർഗ്ഗങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഒരാളുടെ ക്യാരക്ടർ പറയാൻ. ദ്രേക്കാണം ഏതാണ്? ദ്രേക്കാണം എന്ന് പറഞ്ഞാൽ ജനിച്ചിരുന്ന ആദ്യത്തേതാണെങ്കിൽ ഇത് തന്നെ, രണ്ടാമത്താണെങ്കിൽ 5ാമത്തെ ഇതിലാണ് വരിക, 3ാമത്താണെങ്കിൽ അത് 9ാമത്തേതായി ധനുരാശിയാണ് വരിക. അപ്പോൾ ഈ രാശികളുടെ സ്വഭാവവും ഗുണങ്ങളും അനുസരിച്ചായിരിക്കും ഈ വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കുന്നത്. അങ്ങനെ ഓരോ നക്ഷത്രത്തിനും അങ്ങനെ 10-60 തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടാവും.
ഈ സ്വഭാവത്തിന് നമുക്ക് ഒറ്റയടിക്ക് ഇന്ന നക്ഷത്രം ജനിച്ചു ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം അശ്വതി നക്ഷത്രക്കാരൻ ജനിക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാരന് ഒരു 5 വയസ്സുള്ള കുട്ടിക്കും ഒരു 30 വയസ്സുള്ള കുട്ടിക്കും ഒരു 60 വയസ്സുള്ള കുട്ടിക്കും ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഗോചരാല് പറഞ്ഞു വ്യാഴ അനുകൂലമാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇത് ഇപ്പം ജനിക്കുന്ന കുട്ടിക്കും 5 വയസ്സുകാരനും 10 വയസ്സുകാരനും 15 വയസ്സ് ഓരോ ദശാപഹാര ചിത്രങ്ങളനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു നക്ഷത്രത്തെ പറ്റി മാത്രം നമുക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് മാത്രം. എങ്കിലും ആ ഷഡ്വർഗ്ഗങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ പറയാനായിട്ട്. ഹോര, ദ്രേക്കാണം, നവാംശം, ഷഡ്വാംശം, ദ്വാദശാംശം, ത്രിംശാംശം ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് പറയാനായിട്ട്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചു എൻ്റെ വീട്ടിൽ മൂലക്കാരി വന്നു പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നുമില്ല. മൂലനക്ഷത്രത്തിൽ ഏത് ദ്രേക്കാണം, ഏതാണ് മുടിമൂലം, മറമൂലം, അങ്ങനെ പലതരത്തിലുണ്ട്. അത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട്. കണ്ണടച്ചൊന്നും പറയാൻ പറ്റില്ല. ഒരു നക്ഷത്രം അതുപോലെ അത്തം നക്ഷത്രം ജനിച്ചു. അത്തം നക്ഷത്രം നല്ല നക്ഷത്രം, ദൈവനക്ഷത്രമാണ്, ഭാഗ്യനക്ഷത്രമാണ്. അത്തം നക്ഷത്രം ജനിച്ചാൽ പിതാവിനോ മാതാവിനോ തനിക്കോ മാതുലിനോ ദോഷങ്ങളുണ്ടാകാം. അത് ഏത് ഇതിലാണ് ജനിച്ചത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് വേണം പറയാനായിട്ട്. ചൊവ്വാഴ്ച ജനിക്കുക, സന്ധ്യയ്ക്ക് ജനിക്കുക എന്നും അത്തത്തിന് നക്ഷത്രത്തെ സംബന്ധിച്ച് മോശമാണ്. ഓരോ ദശാപഹാര ചിത്രങ്ങളും അതുപോലെ ഈ ജനിച്ച ദിവസങ്ങൾ, തിഥി എന്താണ്, നക്ഷത്രം എന്താണ്, ദിവസം എന്താണ് എന്നൊക്കെ ചിന്തിച്ചു വേണം പറയാനായിട്ട്. ഇപ്പോൾ പൂയം നക്ഷത്രത്തിൽ പ്രശ്നമുണ്ടെങ്കിലും പൂയം നക്ഷത്രത്തിൽ നല്ല ദിവസം, ഇപ്പോൾ വെള്ളിയാഴ്ച ജനിക്കുകയാണ് പൂയം, തിങ്കളാഴ്ച ജനിക്കുകയാണെങ്കിൽ നല്ല ദിവസങ്ങളിൽ നല്ല സമയത്ത് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് വളരും തോറും ആ വീട്ടിൽ സമ്പത്ത് ഉയർന്നുകൊണ്ടേയിരിക്കും. അത് പലർക്കും അനുഭവമുള്ള കാര്യമാണ്. ഇപ്പോൾ പൂയം നക്ഷത്രമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുട്ടിയെ തള്ളാൻ പറ്റില്ല. പൂയം നക്ഷത്രത്തിൽ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും കേട്ടില്ല എത്രയോ വർഷങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പൂരാടവുമുണ്ട്. പൂരാടം 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. അവർക്ക് മാതാപിതാക്കളൊക്കെ ഒരു നല്ല കാലം വരെ കൂടെ ഉണ്ടാവുകയും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ നക്ഷത്രങ്ങളിൽ ദിവസങ്ങളെ, തിഥി ഇതെല്ലാം ചിന്തിച്ചിട്ട് കാരണം ഇതൊക്കെ ചിന്തിച്ചിട്ട് ആ നക്ഷത്രം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനായിട്ട്. കണ്ണടച്ച ഒരു നക്ഷത്രത്തിൽ നമുക്ക് ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യ ദശയിലാണ് ജനനം. ആദിത്യനാണ് അവരുടെ നാഥൻ. അത് തുലാമാസത്തിൽ ആദിത്യം നിൽക്കുമ്പോഴാണ് കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങൾ ജനിക്കുകയാണെങ്കിൽ അച്ഛന് ദോഷമാണ്. ഒന്നുകിൽ പിതാവിൻ്റെ ജോലി പോവാം, അല്ലെങ്കിൽ പിതാവിന് അപകടങ്ങൾ വരാം, അല്ലെങ്കിൽ പിതാവിൻ്റെ മാനസിക ബുദ്ധിമുട്ട് വരാം. ഇങ്ങനെ പലതരത്തിലും പിതാവിന് ദോഷമുണ്ടാവും. അപ്പോൾ ഈ ഉത്രം, ഉത്രാടം, കാർത്തിക ഈ നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ പേരിൽ നല്ല വഴിപാടുകൾ ചെയ്താൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. എല്ലാ കാര്യങ്ങൾക്കും ജ്യോതിഷത്തിൽ പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു കാര്യവും ജ്യോതിഷത്തിലില്ല. അത് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് നമുക്ക് മറുപടി തരും. അല്ലാതെ എവിടെയെങ്കിലും എന്തോ വായിച്ചു, എന്തോ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് ജ്യോതിഷമല്ല. ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിശകലനം ചെയ്യണം. ചിലപ്പോൾ ആരും കാണാത്ത കാര്യങ്ങൾ ചില ജ്യോതിഷന്മാർ കണ്ടുപിടിച്ചു തരാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അതിന് പരിഹാരം ചെയ്യുമ്പോൾ ആ കുട്ടി രക്ഷപ്പെടുന്നതാണ്. അങ്ങനെ നക്ഷത്രത്തെപ്പറ്റി നമുക്കൊന്നും ഒരു ദുഃഖവും പറയാൻ പറ്റില്ല. പൂരൂരിട്ടായ നക്ഷത്രം ജനിച്ചാൽ അമ്മ ഉണ്ടാവില്ല എന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെറുതെ പറഞ്ഞതാണ്. പൂരൂരിട്ടായ നക്ഷത്രത്തിന് അമ്മയുണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് ആ ആളുടെ ജാതകത്തിൽ എന്തെങ്കിലും ചന്ദ്രനോട് ഗുളികനോ ചന്ദ്രനോട് സർപ്പിയോ അങ്ങനെയൊക്കെ വരുമെങ്കിൽ മാത്രമേ അമ്മയോട് സ്നേഹം പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ നക്ഷത്രത്തിനും ഓരോ ദിവസങ്ങൾ ചിന്തിച്ച് വേണം. അമാവാസിക്ക് ജനിക്കുന്നവർക്ക് എപ്പോഴും മനോഫലം കുറവായിരിക്കും. അമാവാസി, പൗർണമി ദിവസങ്ങൾ ജനിക്കുന്നവർക്ക് മനോഫലം കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം? ചന്ദ്രൻ അതുപോലെ വൃശ്ചിക രാശിയിൽ ജനിക്കുന്ന വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാർക്കും വളരെയധികം ടെൻഷനുള്ളവരായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരെ ദേവിയെ പ്രാർത്ഥിക്കാം. ദിവസവും രാവിലെയും വൈകുന്നേരം ഓം ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ ഈ മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. പൗർണമി വരുമ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വക ടെൻഷനുകൾ കുറയും. ആവശ്യമില്ലാത്ത ടെൻഷനുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയി പകുതി വഴിക്കെത്തുമ്പോൾ അയ്യോ സ്റ്റൗ ഓഫ് ചെയ്തില്ല ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ മനസ്സിനെപ്പോഴും സ്വസ്ഥയില്ലാത്ത ആൾക്കാരാണ് ഈ നക്ഷത്രക്കാർ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ദേവിയെ പ്രാർത്ഥിക്കുക, ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക, ദുർഗേ രക്ഷിണി സ്വാഹ എന്ന മന്ത്രം ജപിക്കുക. അപ്പം തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു 90% ശമനമുണ്ടാവും. പ്രാർത്ഥന കൊണ്ടും
പരിഹാരം കൊണ്ടും ഒന്നും പറ്റാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിലില്ല. എല്ലാത്തിനും പരിഹാരമുണ്ട്. ആയുസ് എന്ന് പറഞ്ഞാൽ തമ്പുരാൻ നിശ്ചയിച്ചാണ്. ആ സമയത്ത് നമ്മൾ എന്തായാലും നമുക്ക് എന്തൊക്കെ ചെയ്താലും മാർക്കണ്ടേയനുമാരി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഉള്ള സമയം സന്തോഷത്തോടും സമാധാനത്തോടും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും നമ്മൾ ജീവിക്കാൻ നോക്കുക. എന്നുവെച്ചാൽ കോമാളിയാവണം എന്നല്ല പറഞ്ഞത്. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കടങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ ആരോടും ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഒരാൾ നമുക്ക് കൊണ്ടുതരില്ല. അവരോട് എപ്പോഴും ആർ യു ഫൈൻ എന്ന് ചോദിച്ചാൽ യെസ് ഓക്കെ ഐ ആം ഫൈൻ, വെരി ഗുഡ് ഫൈൻ, വെരി ഫൈൻ എന്ന് പറയണം. അല്ല അയ്യോ കുഴപ്പമില്ല അങ്ങനെ പറയരുത്. നമ്മളിപ്പോഴും സന്തോഷമാണ്. ചില ആളുണ്ട് എപ്പോഴും ഇങ്ങനെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ കണ്ണീരും കയ്യോ ആയിട്ടിരിക്കും. അവർക്ക് എന്നോ തന്നെ ഉണ്ടായിരിക്കും. കാരണം പ്രപഞ്ചം എന്താ കാണുന്നത്? പ്രപഞ്ചം സ്ട്രേറ്റ് ആണ്. എന്താണോ നീ ചിന്തിക്കുന്നത് തഥാസ്തു, നീ ചിന്തിക്കുന്ന നിനക്ക് തന്നെ ഭവിക്കട്ടെ. ഇതാണ് പ്രപഞ്ചം പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിഷമിക്കാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ സഹായങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരാൾക്കും ഒരാപത്തും ഒരിക്കലും ഉണ്ടാവില്ല. ഈശ്വര വിശ്വാസത്തോടെ പോകണം. രാവിലെ എഴുന്നേൽക്കുക, ചിട്ടയോടുകൂടി ജീവിതം, പങ്ക്ച്വാലിറ്റി. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക, അവനവൻ്റെ കാര്യം ചെയ്യുക, നല്ല കാര്യം ചിന്തിക്കുക, പോസിറ്റീവ് വാക്കുകൾ പറയുക, രാത്രി നേരത്തെ കിടക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് യാതൊരു രോഗവും ഉണ്ടാവില്ല. ഉള്ള കാലം സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ സാധിക്കും. ഇത്രയും ചെറിയ അറിവുകൾ പങ്കുവച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ.